ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു തേങ്ങ അരച്ച കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ല, അതേമാതിരി മുരിങ്ങക്കായുടെ സീസണും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ വളരെ സുലഭമാണല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെമ്മീനും കൂടി ചേർത്ത് നിങ്ങളൊരു കറി വെച്ച് നോക്കൂ, എന്താ സ്വാദ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനിയൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങൾ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളക് കൂടി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ കപ്പിന് ഫുള്ളായിട്ടും തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മുരിങ്ങക്കായും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ ഇത്ര വെള്ളം വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പാത്രമാണെങ്കിൽ ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് വറ്റിയിട്ട് കുറുകി കട്ടയായിട്ട് വരുന്നതാണ്. ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചെമ്മീന് അധികം വേവില്ല കേട്ടോ, ഒരു 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നോക്കുമ്പോൾ കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറി ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വെക്കണം കേട്ടോ. എന്നിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാകും. ഈ കറി നിങ്ങൾ ഈ ടൈമിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്.
വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.